ഹായ് ഹലോ നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ ക്ലിക്കോഡിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ കാറ്റത്തെ ക്ലിക്കോട് സീരിയലിനെ സ്നേഹിക്കുന്ന ഏത് ആളും കാത്തിരുന്ന ആ നിമിഷമാണിത്. എന്തായാലും സുഭാഷ് ഏട്ടനെ തേടി നമ്മളെ സുനന്ദ വന്നിരിക്കുകയാണ്. കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് സുനന്ദ വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. സുനന്ദയെ പോലുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ വന്നിട്ട് സുഭാഷ് ഏട്ടനല്ലാതെ എനിക്ക് മറ്റാരെയും കല്യാണം കഴിക്കാനോ കൂടെ ജീവിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടന്റെ കാലിൽ വീണിട്ട് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ, എനിക്ക് ഈ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭാസ്കരൻ അച്ഛനൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. കാരണം നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, പച്ച ഒന്നിനെ വിശ്വസിച്ചാലും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നീ നിറം മാറുന്ന ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഞങ്ങളെല്ലാവരെയും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയുള്ള പരിപാടി എടുക്കാമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദയാണെങ്കിൽ പറയുന്നുണ്ട്, മാമ എന്നെ വിശ്വസിക്കണം, നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ എൻ്റെയും കുടുംബം, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് സുഭാഷ് ഏട്ടനെ അല്ലാതെ വേറൊരാളും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതാണ്, വീട്ടുകാരെ ആലോചിച്ച ബന്ധത്തിൽ നിന്ന് പോരാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കതിന് പറ്റുന്നില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്രത്തോളം സുഭാഷ് ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛനോട് കരയുന്നുണ്ട് കേട്ടോ. അതേസമയം സുഭാഷ് ഏട്ടനോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്നെ വിട്ടുകൊടുക്കല്ലേ, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, എന്നെ വിട്ടുകൊടുക്കല്ലേ, എന്നെ സ്വീകരിക്കുക, എൻ്റെ കഴുത്തിൽ താലി കെട്ടണം, നമുക്ക് കല്യാണം കഴിക്കണോ, കല്യാണം കഴിച്ചാലല്ലേ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം സുനന്ദ വന്നിട്ട് 2-3 പ്രാവശ്യം സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞപ്പോഴൊന്നും സുഭാഷ് ഏട്ടൻ തിരിച്ച് സുനന്ദയെ കെട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ മുടിയൊക്കെ ഒന്ന് തഴുകിയിട്ട് കരയല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭാസ്കരൻ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളുടെ വാക്ക് കേട്ടിട്ട് അബദ്ധം ഒന്നും ചെയ്തു വെച്ചേക്കല്ലേ, നാളെ വേണമെങ്കിൽ അവളുടെ വീട്ടുകാർ വരുമ്പോൾ ആ പെണ്ണ് വേണമെങ്കിൽ ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ പറയുന്നത്, ഞാൻ വീട്ടുകാരൊന്നും കാണാതെയാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്, അവരെല്ലാവരും ഉറങ്ങുന്ന സമയം പോകുന്നതാണ്, അപ്പോൾ നാളെ രാവിലെ അവരെല്ലാവരും എന്നെ തിരയുള്ളൂ, അപ്പോൾ എന്തായാലും അതുവരെ സമയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഭാസ്കരൻ അച്ഛനും വിശ്വസിച്ചു. അവൾ പറയുന്നത് ശരിയാണ്, അവൾക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവൾ ഇനി പോവില്ല എന്നൊക്കെ വിശ്വസിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് അവിടെ ആ വീട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്, സുനന്ദ നീ ശരിയല്ലേ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, 100 വട്ടം ശരിയാണ്, ഞാൻ ഇനി പോവില്ല എന്നൊക്കെ. സുധീഷാണെങ്കിൽ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഇനി നമുക്കൊന്നും നോക്കണ്ട, ഈ കല്യാണം നടത്താമെന്ന് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഒന്ന് എല്ലാവരും ഷോക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവർക്കും തോന്നും ഇത് തന്നെയാണ് ശരിയെന്ന്. സുഭാഷ് ഏട്ടൻ മാത്രം ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാതെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ സുനന്ദയുടെയും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടൻ്റെയും കല്യാണം നടത്താൻ അവർ തീരുമാനിക്കുകയാണ്. പക്ഷെ എവിടെ വെച്ച് നടത്തുന്നുള്ള കാര്യത്തിലാണ് പിന്നെ സംശയം. ഇപ്പോൾ സമയം രാത്രിയാണ്, അപ്പോൾ ഈ അമ്പലങ്ങളൊന്നും തുറക്കില്ല. പക്ഷെ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് നടത്താമെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ സമയത്ത് നിനക്ക് ആരുടെ അമ്പലം തുറന്ന് വെച്ചിരിക്കുന്നത്, വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി, വീട് തന്നെയാണ് ഏറ്റവും വലിയ കോവിലകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ പോരെ, നല്ല കാര്യം നടത്തില്ല, എങ്ങനെ വീട്ടിലൊക്കെ വെച്ച് നടത്താമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം എന്തായാലും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്താമെന്ന് പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, നാളെ രാവിലെ അല്ലേ എന്തായാലും അവർ തിരയുള്ളൂ, അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്, ഇപ്പോൾ ഇവിടുന്ന് നടത്തിയിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോകാം, എനിക്കറിയുന്നൊരു വക്കീലുണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കല്യാണം നടത്താമെന്ന് അവർ തീരുമാനിച്ചു. അച്ഛനാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും അതൊരു കല്യാണ വീടല്ലേ, അപ്പം മിക്കവാറും നാളെ രാവിലെ ഒന്നും ആവില്ല അവർ തിരയുന്നത്, ഇപ്പോൾ തന്നെ ചിലപ്പോൾ തിരയാൻ സാധ്യതയുണ്ട്, കാണാതിരിക്കുമ്പോൾ കുറേ ആളുകളുള്ള വീടല്ലേ, അപ്പം നടത്താനുള്ളതൊക്കെ പെട്ടെന്ന് നടത്താമെന്ന് അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അച്ഛനും എന്തോ ഒരു ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടുണ്ട് കല്യാണം നടത്താമെന്ന്. അങ്ങനെ താലീൻ്റെ കാര്യത്തിലായി പിന്നെ ടെൻഷൻ. ഈ സമയത്ത് കടയൊക്കെ പൂട്ടിയിട്ടുണ്ടാവില്ല, അപ്പോൾ താലി എവിടുന്ന് വാങ്ങാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് സുധീഷിന് ഓർമ്മ വന്നത്, അന്ന് സുനന്ദയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടന് ഒരു താലി വാങ്ങിച്ചു കൊടുത്തിരുന്നു സുധീഷ്. ആ താലി നമ്പൂതിരി തിരിച്ചു കൊടുത്തിരുന്നു. അത് ഇനി എന്നാണോ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കുന്നത് അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൂക്ഷിച്ച് വെച്ചത് അവൻ അന്നേരം പോയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് കണ്ടപ്പോൾ നികേഷൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്, ഇത് പൊളിച്ച് സുഭാഷ് ഏട്ടാന്ന്. അങ്ങനെ ആ ഒരു താലിയാണ് സുഭാഷ് ഏട്ടനെ കെട്ടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചത്. എന്തായാലും അത് സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയായിരുന്നു, അത് ഇങ്ങനെ തന്നെ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. ഹരീഷും അതുപോലെ തന്നെ നികേഷും ആണെങ്കിൽ സുഭാഷ് ഏട്ടനെ റൂമിൽ കൊണ്ടുപോയിട്ട് ഒരുക്കുന്നുണ്ട്. അന്ന് വാങ്ങിച്ചു വെച്ച ആ ഷർട്ടും മുണ്ടൊക്കെ ഇടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നികേഷെ ഒക്കെ നമ്മളെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ഒരു കല്യാണ ചെക്കൻ്റെ പോലെ തന്നെ സുഭാഷ് ഏട്ടനെ കതവൊക്കെ അടച്ചിട്ട് അവർ ഒരുക്കുന്നുണ്ട്. നമ്മളെ നിധിയും അതുപോലെ തന്നെ സുനന്ദയൊക്കെ ഹാളിൽ സോഫയിൽ ഇരുന്നിട്ട് കല്യാണ ചെക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണ ചെക്കൻ റെഡിയായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ സുഭാഷ് ഏട്ടൻ കല്യാണ ചെക്കൻ്റെ വേഷത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. അങ്ങനെ നികേഷിനോട് കതവൊക്കെ അടയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ കതവൊക്കെ അടച്ച് നമ്മളെ ഭാസ്കരനച്ഛനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ദൈവ ഫോട്ടോത്തിൻ്റെ അടുത്ത് പോയിട്ട് വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് കല്യാണം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛനാണെങ്കിൽ വേറൊരു ചിന്താഗതിയും കൂടി ഉണ്ട്. അത് അവിടുന്ന് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗംഗാധര മാമൻ്റെയും അതുപോലെ തന്നെ ധനശേഖരൻ്റെ ഒക്കെ മുന്നിൽ ഒരാളാവാനും അവർ നാണം കെട്ട് നാറാനും ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ദിവസം വരും, അങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ നാണം കെട്ട് നാറട്ടെ, നാളെ നേരം വെളുക്കുമ്പോൾ അവരുടെ കുട്ടിയെ കാണാതെ അവർ നാണം കെട്ട് നാറട്ടെ, ഇത്രയും കാലം എന്തായിരുന്നു അവർ വിചാരിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ വീടിനെ കുറിച്ച് തള്ളി പറയുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ ആ സമയത്ത് ഒരു നിമിഷം അച്ഛനെയും അമ്മയും ആലോചിക്കുന്നുണ്ട്. അവരുടെ കൂടെ കഴിഞ്ഞ നല്ല ദിവസങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അച്ഛനെയും അമ്മയും വീടിനെയും ഒന്ന് ആലോചിക്കേണ്ട സുനന്ദ തന്നെ അവളുടെ മനസ്സിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ സുഭാഷ് ഏട്ടനാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ആലോചിച്ചാൽ മതിയെന്ന്. അങ്ങനെ ആ സമയത്ത് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇവർ താലി കെട്ടാൻ തീരുമാനിക്കും. സുഭാഷ് ഏട്ടൻ്റെ കൈ സുനന്ദ കോർക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൈയൊക്കെ മുറുക്കി പിടിക്കും. സുധീഷാണെങ്കിൽ താലി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ പറയും, ഇവിടെ കാരണവർ നിൽക്കുമ്പോൾ നീയാണോ എടുത്ത് കൊടുക്കുന്നത്, നീ കർമ്മിയാവണ്ട, ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ്റെ കയ്യിലേക്ക് താലി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീൻ അടിപൊളിയാണ്. കാരണം നമ്മളെ ഏതൊരാളും കാത്തിരുന്നൊരു സീൻ തന്നെയായിരുന്നു സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അത് സുനന്ദയുടെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെ ആയിരുന്നപ്പോൾ അതിലേറെ രസകരമായി. അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടൻ തീരുമാനിച്ചു. ആ സമയത്ത് അവർ താലി മുറുക്കി പിടിച്ചിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അന്നേരവും സുനന്ദയുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനാട്ടോ. വീട്ടുകാർ വരുമോ, പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിലും ചിരിച്ചുകൊണ്ടല്ല അവിടെ അധികം പേരും നിൽക്കുന്നത്. സുധീഷും നികേഷും ഹരീഷും നിധിയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കുന്ന രണ്ടുപേർക്കും ചിരിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്തായാലും വീട്ടുകാർ ആലോചിച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്, അതുണ്ടായിരിക്കും. അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടന് സുനന്ദയുടെ നേരെ താലി നീട്ടുന്നുണ്ട്. കഴുത്ത് നീട്ടി സുനന്ദ നിൽക്കുന്നുണ്ട്. ഭാസ്കരനച്ഛനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇനിയൊരു നിമിഷം വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ താലി കെട്ടി നടക്കട്ടെ, അവർ വരുന്നതിന് മുമ്പ്, മിക്കവാറും അവർ ഇപ്പം തന്നെ വരുന്നുള്ളത്. നമുക്കാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. സുനന്ദയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇതെല്ലാം അറിഞ്ഞിട്ട് വരുമോ, എന്തായാലും സുനന്ദയെ കാണാതിരിക്കുമ്പോൾ മിക്കവാറും അവർ ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമല്ലോ വരിക. ഇവിടേക്കാണല്ലോ സുനന്ദ സാധാരണ വരുന്നത്. അപ്പം എന്തായാലും അവർ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ആദ്യം വരിക. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് താലികെട്ട് നടത്തണം. താലികെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സുനന്ദയാണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നു, അവർ പോലീസുകാരെ കൂട്ടി വന്നാലും ഞാൻ ഇത് തന്നെയേ പറയുള്ളൂ, സുഭാഷ് ഏട്ടനെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ എന്നേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും താലികെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുനന്ദയെ സുഭാഷ് ഏട്ടൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താലി എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും താലികെട്ട് നടക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ആ സമയമാകുമ്പോഴത്തേന് ഇനി നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ നിന്ന് ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്താ ഇനി നടക്കാൻ പോകുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കല്യാണം നടക്കുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.